ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ പഴയതുപോലെ ആയിട്ടുണ്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ കുറേയൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിനി എപ്പോഴും വീഡിയോസൊക്കെ ഇടാനൊക്കെ പറ്റുമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് ഇപ്പോൾ രാവിലത്തെ വിശേഷങ്ങളാണ് കാണിക്കുന്നത്. രാവിലത്തെ കുറച്ച് വിശേഷങ്ങൾ മാത്രമേ ഉള്ളൂ ഈ വീഡിയോയിൽ. അപ്പോൾ എല്ലാവരും മാക്സിമം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കണം കേട്ടോ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ രാവിലെ മക്കൾക്ക് മദ്രസയുള്ളൊരു ദിവസേനും. അപ്പോൾ മക്കളൊക്കെ കുത്തി പൊന്തിച്ച് എണീപ്പിച്ച് പല്ലേക്കാനും കുളിക്കാനും അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് പറഞ്ഞയച്ചിരിക്കണം. ഇനിയിപ്പോൾ അവർക്കുള്ള ബൂസ്റ്റ് ഉണ്ടാക്കുകയാണ് കേട്ടോ ഞാൻ. അപ്പം ബൂസ്റ്റ് പാലൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് പഞ്ചസാരയും ബൂസ്റ്റ് പൊടിയൊക്കെ ഇട്ടിട്ട് അവർക്കുള്ള ബൂസ്റ്റ് റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അവർക്ക് ബൂസ്റ്റിനേക്കാളൊക്കെ ഇഷ്ടം പാൽച്ചായയാണ്. പിന്നെ പാൽച്ചായ നമ്മളങ്ങനെ കൊടുക്കലില്ല. പാൽച്ചായനേക്കാൾ കുറച്ചുകൂടി നല്ലത് ബൂസ്റ്റല്ലേ. പിന്നെ ഒന്നും കുടിക്കാതെ പോവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒരു അരയിച്ച ഗ്ലാസ് കൊടുക്കാന്നേ ഉള്ളൂ കേട്ടോ. കാരണം ഒരു 1.5 മണിക്കൂറല്ലേ മദ്രസ ഉണ്ടാവുള്ളൂ. പിന്നെ വന്നു കഴിഞ്ഞാൽ അവർക്ക് നാസ്തയൊക്കെ കഴിക്കാമല്ലോ. അപ്പോൾ ഇന്നിപ്പോൾ സ്പെഞ്ച് ഉള്ളതുകൊണ്ട് തന്നെ ഇത് പായസമൊക്കെ വാങ്ങിയിരിക്കുന്ന കേട്ടോ. സ്കൂളിലൊക്കെ സ്നാക്സിന് എന്ന് പറഞ്ഞിട്ട് കുട്ടികൾ ഓരോരുത്തർ ഓരോന്നും കൊണ്ടുവരും. അപ്പോൾ ഒക്കെ ഇവിടെ വന്നിട്ട് പറയും പിറ്റേ ദിവസം വേണം അത് വേണമെന്ന്. അപ്പോൾ ഒക്കെ അങ്ങനെ വാങ്ങി വെച്ചതേനും. അപ്പോൾ അതിന് 2 എണ്ണം ഒരു ഉണ്ടാക്കും കൂടി ഓരോന്ന് കൊടുത്തിട്ടോ. അങ്ങനെ ഇപ്പോൾ മിഹമോള് കുളിയും നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ കഴിക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മളെ ദൽക്കാശും വരുന്നുണ്ട്. അപ്പോൾ ഇവർ ഇറങ്ങിക്കഴിഞ്ഞ് എൻ്റെ ബാക്കിൽ തന്നെ ഞാൻ എൻ്റെ പണികളൊക്കെ തുടങ്ങും. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളെ മോനുള്ളത് കൊണ്ട് തന്നെ ചെറിയ ആളല്ലേ, നമുക്ക് ഓനെയും വെച്ച് കുറേ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഓൻ ഉറങ്ങുന്ന ഗ്യാപ്പിൽ പല പണികൾ ഞാൻ ചെയ്തു വെക്കലാണ് കേട്ടോ. പിന്നെ ഒന്നാമത് ഇവിടെ ഉമ്മ ഇല്ല കേട്ടോ. ഉർബാസ്ഖാൻ്റെ ഉമ്മ ഇല്ലാത്തതുകൊണ്ട് തന്നെ കുറേ പണികളുണ്ടാവുമല്ലോ നമുക്ക്. പിന്നെ ഓനെ നോക്കാൻ ഒരാളുണ്ടാകുമ്പോൾ തന്നെ നമുക്ക് പണികളൊക്കെ പെട്ടെന്ന് കഴിക്കാൻ പറ്റും. അപ്പം ഇങ്ങനെ ഒരു കുറുമ്പുള്ള ആളാകുമ്പോഴേ ഓൻ്റെ സമയം ഇപ്പോൾ അതാണല്ലോ. 2 വയസ്സാവാനായിട്ടുണ്ട് കേട്ടോ ആൾക്ക്. അപ്പം അതിൻ്റെതായിട്ടുള്ള കുറച്ച് കുരുത്തക്കേടും കാര്യങ്ങളൊക്കെ ഉണ്ട് ആളെടുത്ത്. അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ നമ്മളെ കാര്യങ്ങളൊക്കെ പോകണം കേട്ടോ. അങ്ങനെ മക്കൾ ചായയുടെയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇതാപ്പോരെ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ നമ്മൾ രാത്രി വല ഇട്ട് വെക്കലുണ്ട് കേട്ടോ ഇവിടെ. അത് കുറേ മുന്നേ നമുക്ക് ഇവിടെ വല്ലാണ്ട് നായൻ്റെ ശല്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ പേടിയാണ്. ഇപ്പോൾ നായ്ക്കളില്ല, പക്ഷെ എന്നാലും ഒരു പേടിയാണ് വന്നാലോ വിചാരിച്ചിട്ട്. അങ്ങനെ മക്കളൊക്കെ മദ്രസ പോയതിന് ശേഷം എൻ്റെ തിരുമ്പൽ ഞാൻ വേഗം കഴിച്ചിട്ടോ. അതൊന്നും ഷൂട്ട് ചെയ്തിട്ടില്ല. അതിനുശേഷം ഞാനിതാ കുറച്ച് കോഴിമുട്ട പുഴുങ്ങാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. മുട്ട റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അതുപോലെ തന്നെ ചപ്പാത്തിയിലേക്കുള്ള പൊടിയും കാര്യങ്ങളൊക്കെ അതും എടുത്ത് വെച്ചിരിക്കണം കേട്ടോ. അപ്പോൾ ഇന്ന് ചപ്പാത്തി മുട്ട റോസ്റ്റാണ് ഉണ്ടാക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റിന്. അപ്പോൾ അതൊക്കെ ഒന്ന് വേഗം കുഴച്ചെടുക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഈ സമയത്തൊന്നും നമ്മൾ ഹാനിഷ് എണീച്ചിട്ടില്ല. മാത്രമല്ല റുബസ്ക ഒരു രാവിലെ ഒരു 10 മണിയൊക്കെ ആകുമ്പോൾ വീട്ടിൽ നിന്ന് പോവും. അപ്പോൾ അതിൻ്റെ മുന്നേ തന്നെ എനിക്കെൻ്റെ പണികളൊക്കെ ഒതുക്കണം കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ച മാതിരി ഒന്നും നടക്കില്ല. 10 മണിക്ക് 10:30 തീരേണ്ട ജോലി ചിലപ്പോൾ 12:30 1 മണിക്കൊക്കെ ആയിരിക്കും തീരുക. കാരണം ഞാനിവിടെ ഒരു പണിയെടുക്കുമ്പോൾ മറ്റാൾ 2 പണി അവിടെ വേറെ ആക്കി വെക്കും. നമ്മളാൾ എണീറ്റ് വന്നിരിക്കുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ മുഖത്തും മോൻ്റെ മുഖത്തൊക്കെ കുറേ പുള്ളികളൊക്കെ കാണാം. എന്താണെന്ന് വെച്ചാൽ എനിക്ക് ചിക്കൻ പോക്സ് ചെയ്യുന്നു കേട്ടോ. എനിക്ക് വന്ന് അവിടുന്ന് എൻ്റെതൊക്കെ മാറി ഞാൻ കുളിച്ചതിന് ശേഷം ഒരു 10 ദിവസം കഴിഞ്ഞപ്പോൾ ഹാനിഷിനും കിട്ടി. അപ്പോൾ അങ്ങനെ നമ്മളെല്ലാവരും ഇപ്പോൾ കുടുങ്ങി കുത്തിരിക്കുകയാണ് കേട്ടോ. വേറെ മക്കൾക്ക് ആർക്കും വന്നിട്ടില്ല, പറയാനായിട്ടില്ല. ഇപ്പോൾ ഹാനിഷ് മോൻ ഇപ്പോൾ ഞാൻ നിങ്ങളെ വീഡിയോ കാണുന്ന സമയമൊക്കെ ആകുമ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് ഒരു 5 ദിവസമൊക്കെ ആയിട്ടുണ്ടതിനും. പക്ഷെ എന്നാലും നമ്മൾ ഉറപ്പിക്കാൻ പറ്റില്ല. എനിക്കിങ്ങനെ മോൻക്ക് ഇങ്ങനെ എൻ്റെ സമയം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ടാണല്ലോ എനിക്ക് വന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ടെൻഷൻ ഉണ്ട് ഇനി ഇപ്പോൾ ആർക്കെങ്കിലും വരുമോ എന്നുള്ളത്. എനിക്ക് വന്നപ്പോൾ ഞാൻ പിന്നെ റൂമിൻ്റെ ഉള്ളിൽ തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ ഉമ്മയും ഇപ്പോൾ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. കാരണം റുബസ്ഖാൻ്റെ ഉമ്മ ഇല്ലാത്തതുകൊണ്ട് തന്നെ എനിക്ക് പുറത്തേക്കൊന്നും ഇറങ്ങാൻ പറ്റില്ലല്ലോ കുട്ടികൾക്ക് ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനൊന്നും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉമ്മ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ എൻ്റെ ഇതൊക്കെ മാറിയതിന് ശേഷം ഉമ്മ പോയിട്ടോ. പിന്നെ ഉമ്മക്കും ഉപ്പക്കൊന്നും വന്നിട്ടില്ല. പിന്നെ അതിന് ശേഷമാണ് അവരൊക്കെ പോയി കുറേ കഴിഞ്ഞിട്ടാണ് പിന്നെ ഹാനിഷിന് വന്നത് കേട്ടോ. അങ്ങനെ ഹാനിഷിന് വന്നാൽ പിന്നെ നമുക്ക് ഞാനിരിക്കുന്ന മാതിരി ഓനെ പുള്ളിലിടാൻ പറ്റൂലല്ലോ. കാരണം ചെറിയ ആളല്ലേ. അപ്പോൾ ഡോക്ടർ എന്തായാലും പറഞ്ഞൊക്കെ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റൂല. എന്തായാലും എന്താ പറയുക, മിക്കവാറും വരാൻ ചാൻസ് ഉണ്ട്. എന്നാലും വരാതിരിക്കുക, നമുക്ക് പ്രാർത്ഥിക്കുക, അത്രേ ഉള്ളൂന്ന്. എന്തായാലും വരാതിരിക്കട്ടെ. നിങ്ങളെല്ലാവരും ദുആ ചെയ്യട്ടോ. കാരണം എന്താ പറയുക, വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാവും. ഞാനൊക്കെ നല്ലോണം ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരുന്നു. എനിക്ക് നല്ല ഹെവിയിലാണ് സംഭവം വന്നത് കേട്ടോ, ചിക്കൻ ബോക്സ്. പക്ഷേ ഹാനിഷിന് അത്ര അധികം വന്നിട്ടില്ലേനും. എനിക്ക് വായിലും തൊണ്ടയിലും നമ്മളെ പല്ലിൻ്റെ ഊനൊക്കെ ഇല്ലേ അവിടെയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പല്ലൊന്നും തേക്കാൻ പറ്റില്ലേനും. അങ്ങനത്തെ അവസ്ഥയായിരുന്നു കേട്ടോ. പച്ചവെള്ളം വരെ ഇറക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലാണ് എനിക്കുണ്ടായിട്ടുള്ളത്. മോനക്ക് മാഷാഅല്ലാ അങ്ങനെ വലിയ കുഴപ്പവും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ആൾ നല്ല കളിയും ആക്റ്റീവൊക്കെ തന്നെയാണ് കേട്ടോ.
പിന്നെ ഇനിയിപ്പോൾ വേറെ ആർക്കും വരാതിരിക്കട്ടെ എന്തായാലും, കാരണം എക്സാമും കാര്യങ്ങളും വരുന്നുണ്ട്, നോമ്പ് വരുന്നുണ്ട്. അതൊന്നുമല്ല, അതിനേക്കാളും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ വന്നു കഴിഞ്ഞാൽ മക്കൾ പെട്ടുപോകും. ചിലപ്പോൾ ആനിഷിന് വന്ന മാതിരി ആയിരിക്കില്ല അവർക്ക് വരിക, നല്ല സ്ട്രോങ്ങിലായിരിക്കും. എന്തായാലും വരാതിരിക്കുക, എനിക്ക് പേടിയാവും ഇപ്പം തന്നെ ആലോചിച്ചിട്ടും. അങ്ങനെ നമ്മൾ വർത്തമാനം പറഞ്ഞോട് കൂടി എന്താ ഉള്ളിൽ തന്നെ ഞാൻ ഓരോരോ പണികളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ കൂടെ ദർബാസ്ക വന്നിട്ട് എന്തൊക്കെയോ കോമിക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഞാൻ മുട്ട റോസ്റ്റിനുള്ള സംഭവങ്ങളൊക്കെ അവിടെ അടുപ്പിലേക്ക് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ചപ്പാത്തി വേഗം പരത്തിയെടുക്കാൻ കേട്ടോ. അപ്പോൾ ഞാൻ ചപ്പാത്തി പച്ചവെള്ളത്തിൽ തന്നെയാണ് കുഴച്ചെടുക്കൽ. ചൂടുവെള്ളമൊന്നും കുഴക്കലില്ല കേട്ടോ, പച്ചവെള്ളത്തിൽ തന്നെ ചപ്പാത്തി ഉണ്ടാക്കുക. പിന്നെ ഇന്നിപ്പോൾ കുഴച്ചപ്പോൾ കുറച്ചൊന്ന് പൊടി ലൂസായിപ്പോയി. അപ്പോൾ ഞാൻ കുറച്ച് പൊടി ഇട്ടിട്ടാട്ടോ ചപ്പാത്തി പരത്തണേ. അല്ലെങ്കിൽ ഞാൻ ചപ്പാത്തി ഒന്ന് പൊടി ഇട്ട് പരത്തില്ല, എനിക്ക് ഇഷ്ടമില്ല അങ്ങനെ ചപ്പാത്തി പൊടി ഇട്ട് പരത്തിയിട്ടുള്ള ചപ്പാത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ല. അപ്പോൾ ഇന്നിപ്പം കുറച്ച് കൂടിയതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചൊന്നിങ്ങനെ ആക്കിയിട്ട് മാത്രം ഒന്ന് വേഗം പരത്തിയിട്ട് ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മക്കളൊക്കെ വരാൻ ഏകദേശം സമയമൊക്കെ ആയിട്ടുണ്ട്, മദ്രസ് വിട്ട് വരാൻ. അപ്പോൾ മക്കൾ മദ്രസ് വിട്ട് വന്നതിന് ശേഷമാണ് ഞാൻ ആയിഷമോളൊക്കെ വിളിക്കൽ കേട്ടോ. അപ്പോൾ എല്ലാവരും സ്കൂളിലൊക്കെ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ പിന്നെ ഞാനും ആനിഷും ഒറ്റക്കാണ്. അപ്പോൾ ഓൻ്റെ ഒരു ഗുണ്ടായസം തന്നെ അവിടെ നടക്കുക. വെള്ളത്തിൽ തന്നെ 24 മണിക്കൂർ പൈപ്പും തുറന്നിട്ട് വെള്ളത്തിൽ നല്ല കളിയാണ്. പാത്രത്തിൽ വെള്ളം കൊണ്ടുവരിക, അകത്ത് മറിക്കുക, അല്ലെങ്കിൽ അപ്പുറം മറിക്കുക, മണ്ണ് വാരി അകത്ത് കൊണ്ടുപോയിടുക. പറയണ്ട, നല്ല പണി തരും കേട്ടോ ആൾ. അങ്ങനത്തെ നല്ല കുറുമ്പാണ് ഇപ്പോൾ ആളെടുത്തുള്ളത്. പിന്നെ ഞാനൊന്നും പറയില്ല, കാരണം എന്താ വെച്ചാൽ എൻ്റെ പണി നടക്കണ്ടേ. അപ്പോൾ എന്തെങ്കിലും കാട്ടട്ടെ, ലാസ്റ്റ് ഒന്നായിട്ട് അങ്ങോട്ട് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിക്കും. അങ്ങനെ പിന്നെ എൻ്റെ മുട്ട റോസ്റ്റിൻ്റെ സംഭവങ്ങളൊക്കെ ഉള്ളിയും തക്കാളിയും പച്ചമുളകും എല്ലാം ഒന്ന് വാടി വന്നപ്പോൾ ഞാൻ അതിലേക്ക് പൊടി ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, പിന്നെന്താ അത്രയൊക്കെ തന്നെ. ആ 3 പൊടികളും ചേർത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് അധികം തന്നെ ഉള്ളിയൊക്കെ ഞാൻ എടുത്തുക്കണം. ഇവിടെ മക്കൾക്ക് കറിയാണെങ്കിലും മുട്ട റോസ്റ്റ് ആണെങ്കിലൊക്കെ കുറച്ച് അധികം തന്നെ വേണം. കറിയൊക്കെ എൻ്റെ ദൽക്കാശിന് കുറേ വേണം കേട്ടോ. തോനെ കറിയൊക്കെ കൂട്ടിയിട്ടാണ് ആൾ ചോറും പത്തിരിയൊക്കെ കഴിക്കുക. പിന്നെ ഉള്ളിൻ്റെ ആ പച്ചമണൊക്കെ മാറിയപ്പോൾ ഞാൻ എന്താക്കി, ഇതിലേക്ക് നമ്മുടെ പുഴുങ്ങി വെച്ചിരിക്കുന്ന കോഴിമുട്ട നടു ചീന്തിയിട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഉള്ളിയിൽ അവിടെ പൊതിഞ്ഞ് വെച്ച് കേട്ടോ. എന്നിട്ട് ഇനിയിപ്പോൾ നമ്മൾ കഴിക്കാൻ നേരത്തെ എടുക്കുള്ളൂ. അപ്പോഴത്തേക്കും മുട്ടൻ്റെ ഫ്ലേവറൊക്കെ ഉള്ളിലേക്ക് ഇറങ്ങും. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ നമ്മൾ മുട്ട റോസ്റ്റ്. അങ്ങനെ ഇപ്പോൾ മുട്ട റോസ്റ്റൊക്കെ റെഡിയായി. ഞാൻ ഫ്ലെയിം ഓഫാക്കി വെച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്, നമ്മളെ ചപ്പാത്തിക്ക് നല്ലൊരു കോമ്പിനേഷനാണ്. അങ്ങനെ പിന്നെ മക്കളൊക്കെ മദ്രസൊക്കെ വിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും എൻ്റെ ചപ്പാത്തി പണികളൊക്കെ ഒന്ന് ഒതുങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഉച്ചകത്തെ പണികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് മിഹമോൾ എത്തിയിട്ടുണ്ട്. അത് എൻ്റെ പിന്നാലെ ദൽക്കാശൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ എനിക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. മക്കൾ സ്കൂളിൽ പോകണതോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ആയിഷമോളൊന്നും ഞാൻ കാണിച്ചിട്ടുണ്ടല്ലേ വീഡിയോയിൽ. കാരണം ഫോണേറ്റ് ആൾ എൻ്റെ ട്രൈപ്പോഡ് വെക്കാൻ സമ്മതിക്കുന്നില്ല. ആൾ അതേറ്റ് പായാണ് ചെയ്യുന്നത്. പിന്നെ മതിയെന്ന് വിചാരിച്ച്. അപ്പോൾ എന്തായാലും അത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ അന്നത്തെ വീഡിയോ. പിന്നെ മക്കൾ പോയി, റുബാസ്ക പോയി, എൻ്റെ ചായകുടി കഴിഞ്ഞ് അങ്ങനെ ഇപ്പോൾ പാത്രങ്ങളൊക്കെ ഇഷ്ടംപോലെ നിറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് കഴുകി വെക്കട്ടെ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നില്ലെങ്കിൽ അൺസബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഞാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോകരുത്, എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. എന്നാലെന്താ, പിന്നെ നിങ്ങൾ നനച്ചുലിപ്പണിയൊക്കെ എവിടെ എത്തി? നോമ്പൊക്കെ വരാനായില്ലേ? നമ്മൾ നനച്ചുലിപ്പണിയൊക്കെ ഏകദേശമൊക്കെ കഴിയാനൊക്കെ ആയിട്ടുണ്ട്. മാഷാ അല്ലാഹ് ഒരുവിധമൊക്കെ ഒതുങ്ങി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതൊന്നും ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല. ഇനി എന്തായാലും നമുക്ക് നോമ്പിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് വരാം കേട്ടോ. അപ്പോൾ പുതിയ വീഡിയോസും നല്ല നല്ല വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് നല്ല വീഡിയോയിൽ ഉടനെ തന്നെ വരാം. അപ്പോൾ എല്ലാവർക്കും അടുത്ത വരേക്കും ടേക്ക് കെയർ, ബൈ ബൈ.